ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് വെജിറ്റബിൾ സൂപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഞാനിവിടെ നൂഡിൽസ് കൂടി ചേർത്താണ് ഇത് ഉണ്ടാക്കുന്നത്. നൂഡിൽസിൻ്റെ മസാലയും ഞാനിവിടെ ചേർക്കുന്നുണ്ട്. ഞാനിവിടെ കുറച്ച് പച്ചക്കറികളെ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പച്ചക്കറികളോട് ചേർക്കാം കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ പച്ചക്കറികളൊക്കെ കൂടുതലുള്ളത് ഏറ്റവും നല്ലതാണ്. ഈ പച്ചക്കറികൾ വേകുന്ന വെള്ളം തന്നെ അവർക്ക് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇനി ഇതിന് എന്തൊക്കെയാണ് ആവശ്യമെന്ന് നമുക്ക് നോക്കാം. നൂഡിൽസ് 10 രൂപയുടെ 2 പാക്കറ്റ്, ബീൻസ് 1 പിടി ചെറുതായി അരിഞ്ഞത്, ക്യാരറ്റ് വലിയ ഒരെണ്ണം ചെറുതായി അരിഞ്ഞത്, ഉരുളക്കിഴങ്ങ് 1 ചെറുതായി അരിഞ്ഞത്, സവാള 1 ചെറുതായി അരിഞ്ഞത്, ബട്ടർ 1.5 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, വെളുത്തുള്ളി 3 അല്ലി, ഉപ്പ് കുറച്ച്, വെള്ളം ആവശ്യത്തിന്. നമുക്കാദ്യം ഈ പച്ചക്കറികളൊക്കെ ഒന്ന് വേവിക്കാൻ വെക്കണേ. ഞാനിവിടെ ഒരു കുക്കർ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. കുക്കർ ചൂടായതും നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഉരുകിയതും നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് മൂപ്പിക്കണം. ഞാൻ ചെറുതായിട്ടൊന്ന് ചതച്ചിട്ടേ ഉള്ളൂ കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ. ഇത് അരിഞ്ഞും ചേർക്കാം കേട്ടോ. കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കടിക്കുന്നവർക്ക് ഇഷ്ടം കാണുകയല്ല, അതുകൊണ്ടൊന്ന് ചതച്ച് ചേർക്കുകയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത മണം വരുമ്പോൾ നമുക്കതിലേക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വഴന്നതും നമുക്കതിലേക്ക് പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം. ബീൻസ്, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മഷ്റൂമും കോളിഫ്ലവറും ഒക്കെ ചേർക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റണം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ ഇട്ടാൽ മതിയാവേ. മുതിർന്നവർക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഇത്തിരി കൂടിപ്പോയാലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്ക് ഈ കുക്കർ നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ആവി വരുമ്പോൾ ഇതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുക്കണം. അപ്പം തന്നെ സ്റ്റൗവിൽ തീയും കുറച്ചിടണേ. ഇത് തിളച്ച് തൂവി പോകാൻ പാടില്ല കേട്ടോ. നമുക്കിത് 10 മിനിറ്റ് സമയത്തേക്കൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കുക്കറിൻ്റെ പ്രഷറൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതേ നമ്മുടെ പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് വീണ്ടും സ്റ്റൗ ഒന്ന് ഓൺ ചെയ്ത് ഇതൊന്ന് തിളപ്പിക്കണം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പം ഞാനിതിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കുകയാണ്. കൂടെ തന്നെ അതിൻ്റെ മസാല ഇട്ട് കൊടുക്കാം. ഞാനിവിടെ നൂഡിൽസ് ഒടിച്ചിട്ടല്ല ഇടുന്നത് കേട്ടോ. കുട്ടികൾക്ക് അങ്ങനെ വലിച്ച് കഴിക്കാനല്ലേ അതിഷ്ടം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഒടിച്ചിടാം കേട്ടോ. ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വേവിക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഉപ്പിൻ്റെ ആവശ്യം സൂപ്പിലുണ്ടോ എന്ന് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണേ. ഇപ്പോൾ ഈ നൂഡിൽസ് വേകുന്നത് വരെ നമുക്കൊന്ന് തിളപ്പിക്കണം. നൂഡിൽസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് 1/2 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ സൂപ്പ് വിത്ത് നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സൂപ്പാണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.